അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. പറഞ്ഞു വരുന്നത് ഒരൊറ്റ ഹദീസ് മാത്രം പറയാണ്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മഹബ്ബത്ത് വെക്കുന്നവരെ അടയാളം. നമുക്കൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മഹബ്ബത്തുണ്ട്. നമുക്കെല്ലാം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മഹബ്ബത്തുണ്ട്. പക്ഷേ അത് മനസ്സിലേക്ക് നമ്മൾ ഇറങ്ങി ചിന്തിക്കുമ്പോൾ അതിന്റെ അടയാളങ്ങൾ എന്തൊക്കെയാണ്? മഹാനായ ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മഹബ്ബത്ത് വെക്കുന്നതിന്റെ ഏറ്റവും വലിയ അടയാളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹൃദയത്തിലുണ്ട് എന്ന് ഞാനും നിങ്ങളും പറയുന്നുണ്ട്. അള്ളാഹു അത് എന്നും നിലനിർത്തട്ടെ. പക്ഷേ അതിന്റെ ഏറ്റവും വലിയ അടയാളം മഹാനായ ഇമാമുന ഗസാലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. അതൊന്ന്, ഞാൻ എന്റെ ശരീരത്തെ ഒന്ന് ചെക്ക് ചെയ്യുകയാണ്. നമ്മളൊന്ന് ചിന്തിക്കുക, എനിക്ക് മുത്തുനബിയോടുള്ള മഹബ്ബത്തുണ്ടോ? പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബ്ബത്ത് നിങ്ങളുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ ആ മുത്തുനബി എന്നും നിങ്ങളുടെ ഹൃദയത്തിൽ, മുത്തുനബിയുടെ സ്വഭാവം നിങ്ങളുടെ ഹൃദയത്തിൽ ജീവിക്കണമെന്ന് മഹാനായ ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു പറയാം. അതിന്റെ ഏറ്റവും വലിയ തെളിവെന്താ? ഏറ്റവും വലിയ തെളിവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മഹബ്ബത്ത് വെക്കുന്നതിന്റെ ഏറ്റവും വലിയ തെളിവ് നിങ്ങൾ മുത്തുനബിയെ പോലെയാവണം. അഥവാ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാവർക്കും കാരുണ്യമാണ്. നമ്മളും അങ്ങനെയായി മാറണം. എല്ലാവരോടും കാരുണ്യമുള്ളവനാവണം. മാതാപിതാക്കളോട്, ഭാര്യയോട്, ഭർത്താവിനോട്, മക്കളോട്, മരുമക്കളോട്, പേരമക്കളോട്, കൂട്ടുകുടുംബങ്ങളോട്, കൂടെ പഠിച്ചവരോട്, സ്നേഹിതന്മാരോട്, എല്ലാ മതങ്ങളോടും എല്ലാ വിഭാഗങ്ങളോടും കരുണയുള്ള ഒരു സ്വഭാവം നിങ്ങളിൽ ഉണ്ടെങ്കിൽ നിങ്ങളെ മനസ്സിൽ മുത്തുനബി ജീവിക്കുന്നുണ്ട് എന്ന് മഹാനായ ഇമാമുന ഗസാലി റളിയല്ലാഹു അൻഹു പറയാണ്. എല്ലാവരോടും പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരെ കൂടെ നിൽക്കുന്നവരാവണം നമ്മള്. വിഷമങ്ങൾ അനുഭവിക്കുന്നവരെ, നമ്മുടെ മുമ്പിൽ ഒരാൾ വന്ന് സങ്കടം പറഞ്ഞ മുത്തുനബിയുടെ ഏറ്റവും നല്ലൊരു മനസ്സെന്താ? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. മുത്തുനബിയുടെ മുമ്പിൽ വന്ന് ആര് വന്ന് സങ്കടം പറഞ്ഞാലും അത് കേൾക്കാനുള്ള ഒരു മനസ്സ് മുത്തുനബി കാണിച്ചു കൊടുക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് ഏറ്റവും നല്ലൊരു മനസ്സിന്റെ. നമ്മളെ മുമ്പിൽ വന്ന് ആരെങ്കിലും വിഷമം പറയുമ്പോ നീ പിന്നെ വിളിക്ക്, അതല്ലെങ്കിൽ ഇപ്പൊ സമയമല്ല, നിങ്ങൾ പിന്നെ വരി എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നതിന് പകരം ആര് വന്ന് എന്ത് വിഷമം പറഞ്ഞാലും കേട്ടുകൊടുക്കാനുള്ള ഒരു മനസ്സ് നമുക്കാർക്കെങ്കിലും ഉണ്ടോ? നമ്മുടെ മനസ്സിൽ ജീവിക്കുന്നു മുത്തു റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതെന്റെ വാക്കല്ല, മഹാനായ ഇമാമുന ഗസാലി റളിയല്ലാഹു അൻഹു പറയാണ്. ഒരു വിഷമം പറഞ്ഞാ അതിനെ തള്ളിക്കളയാതെ കേട്ടുകൊടുക്കുക. പരിഹാരം അള്ളാഹു തരും, പരിഹാരം അള്ളാഹു കാണിച്ചു തരും. പക്ഷെ കേട്ടുകൊടുക്കാനുള്ള ഒരു മനസ്സുണ്ടല്ലോ, ആ മനസ്സ് നമുക്കുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിക്കുന്നുണ്ട് എന്നാണ്. നമ്മുടെ ഭാര്യ നമ്മോട് വിഷമം പറയും, പക്ഷെ നമുക്ക് കേൾക്കാൻ സമയമല്ല, നമ്മൾ തിരക്കാണ്. പലരുടെയും അവസ്ഥ അങ്ങനെയാണ്, നിങ്ങളെ കുറ്റപ്പെടുത്തുകയല്ല. ഭർത്താക്കന്മാരൊരു വിഷയം പറയുമ്പോ കേൾക്കാൻ ഭാര്യമാർക്ക് നേരല്ല, മക്കളൊരു വിഷയം പറയുമ്പോ കേൾക്കാൻ മാതാപിതാക്കൾക്ക് നേരല്ല, മാതാപിതാക്കൾ ഒരു വിഷമം പറയുമ്പോ കേൾക്കാൻ മക്കൾക്ക് നേരല്ല. കൂടെ പഠിച്ചവരാണെങ്കിലും കൂട്ടുകാരാണെങ്കിലും നമ്മുടെ ഏത് പ്രിയപ്പെട്ടവര് നമ്മുടെ മുമ്പിൽ വന്ന് ഒരു വിഷമം പറഞ്ഞാൽ അത് കേട്ടുകൊടുക്കാൻ നിങ്ങൾ ഒരു അല്പസമയം വെച്ചു കൊടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ മഹാനായ ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു പറയാണ്, നിങ്ങളെ മനസ്സിൽ ജീവിക്കുന്നുണ്ട് മുത്തു റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ആ ഒരു നല്ല മനസ്സ് അല്ലാഹു നമുക്ക് തരട്ടെ.